ശാസ്ത്രീയ ഋഗ്വേദ പഠനം ക്ലാസ് 34. നമ്മളിന്ന് നോക്കുന്നത് കാണ്ഡം 1 സൂക്തം 12. ഇതിലെ ദേവത എന്ന് പറയുന്നത് അഗ്നിയാണ്. അഗ്നി എന്നത് പഞ്ചഭൂതങ്ങളിൽ ഒന്നാണ്. അപ്പം കര, ദ്രവ, വാതക, ഊർജം, ആ ഊർജമാണ് അഗ്നി. അപ്പം അഗ്നി എന്ന് പറയുമ്പോൾ പ്രപഞ്ചത്തിൽ എന്തെല്ലാം രൂപമുണ്ടോ അതെല്ലാം അഗ്നിയാണ്, ഊർജമാണ്. അത് വെളിച്ചമാകാം, ചൂടാകാം, തരംഗങ്ങളാകാം, എല്ലാമാകാം. അപ്പം ആ അർത്ഥത്തിലെടുത്തുകൊണ്ട് ഊർജം എന്ന നിലയിൽ വേണം അഗ്നിയെ കാണേണ്ടത്. ഇനി നമുക്ക് ഒന്നാമത്തെ മന്ത്രത്തിലേക്ക് പോകാം. ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 12 ഋഷി മേധാതിഥി കണ്വൻ, ദേവതാഗ്നി, ഛന്ദസ് ഗായത്രി. അഗ്നിം ദൂതം വൃണീമഹേ ഹോതാരം വിശ്വവേദസം അസ്യ യജ്ഞസ്യ സുക്രതും. അഗ്നി ദേവദൂതനും ആഹ്വാനകർത്താവും എല്ലാ ഐശ്വര്യങ്ങളുടെ സ്വാമിയും യജ്ഞത്തെ പരിപൂർണൻ ആക്കുന്നവനുമാണ്. അങ്ങനെയുള്ള അഗ്നിയെ ഞങ്ങൾ വരിക്കുന്നു. ഇവിടെ പറയുന്നത് അഗ്നി ദേവദൂതനാണ്. ദേവദൂതൻ എന്ന് പറഞ്ഞാൽ ദൂത് പോകുക എന്ന് പറഞ്ഞാൽ സന്ദേശം കൈമാറുക. അപ്പൊ ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം സന്ദേശങ്ങളുണ്ടോ അതെല്ലാം കൈമാറുന്ന ഒരു സംഗതി ഊർജമാണ്. ഊർജത്തിലൊക്കെയാണ് എല്ലാ ദേവതകളും സന്ദേശങ്ങൾ ദേവത എന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ദേവതകളാണ്. കല്ലും മണ്ണും എല്ലാം ദേവതകളാണ്. അതെല്ലാം സന്ദേശം കൈമാറുന്ന അഗ്നിയും ഒരു ദേവനാണ്. അപ്പം നമുക്കറിയാം, ഒരു വസ്തുവിനെ നമ്മൾ കാണുന്നത് തന്നെ അതിൽ നിന്നും എനർജി, വെളിച്ചം നമ്മളെ കണ്ണിൽ തട്ടിയിട്ടാണ് ആ വസ്തുവിനെ അതേപോലെ തിരിച്ചു കാണാൻ പറ്റുന്നത്. അതില്ലായിരുന്നുവെങ്കിൽ, ഊർജമില്ലായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ വെളിച്ചമുണ്ടായിരുന്നില്ലെങ്കിൽ നമുക്കൊന്നിനെയും കാണാൻ പറ്റില്ല. അപ്പം നമുക്ക് ഈ കാണുന്ന ഈ രൂപങ്ങളും എല്ലാം അഗ്നിയുടെ സംഭാവനയാണ്. ആ ദേവതയെപ്പറ്റി നമുക്ക് വ്യക്തമായി തരികയാണ്. അത് കല്ലാണ്, അത് തെങ്ങാണ് എന്നെല്ലാം നമുക്ക് പറഞ്ഞു തരുന്നത് അഗ്നിയാണ്. പിന്നെ ആകാശത്ത് ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ ആ ശബ്ദം നമുക്ക് എന്താണ്, സന്ദേശം നൽകുകയാണ്. മഴ പെയ്യാൻ പോവുകയാണ്. കാറ്റടിക്കുമ്പോൾ അവിടെ ഒരു സംഗതിയുണ്ട്, അദൃശ്യമായ ഒരു സംഗതിയുണ്ട്. അത് കാറ്റാണ്, അത് ചലിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന സന്ദേശം നമ്മളെ ചുവട്ടിൽ, കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല, ചുവട്ടിലെത്തും. ഒരു തേങ്ങ വീഴുമ്പോൾ അതൊരു സന്ദേശം കൈമാറുന്നുണ്ട്. അവരൊരു സാധനം വീണ് കിടക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോഴാണ് നമ്മൾ ഓടുന്നത് അതെടുക്കാൻ വേണ്ടി. അതുപോലെ നമ്മൾ സംസാരിക്കുന്ന ജീവജാലങ്ങളെല്ലാം സംസാരിക്കുന്നത് ഊർജമാണ്. അപ്പം വെളിച്ചമാണ്, ഊർജമാണ്. ഊർജം തരംഗരൂപത്തിലാണ്. ഇതെല്ലാം അഗ്നിയാണ്. അപ്പം സന്ദേശങ്ങൾ കൈമാറുക. പിന്നെ നമ്മൾ ഇന്നുപയോഗിക്കുന്ന സന്ദേശം കൈമാറുന്നത് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റമാണ്. എല്ലാ സന്ദേശങ്ങളും ടി വി ആയാലും റേഡിയോ ആയാലും എല്ലാം ഊർജത്തിലൂടെയാണ്, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിലൂടെയാണ്, അല്ലെങ്കിൽ 5G 4G എന്നെല്ലാം പറയുന്ന സിഗ്നൽസിലൂടെയാണ് നമ്മൾ കൈമാറുന്നത്. അതുകൊണ്ട് അഗ്നി നല്ലൊരു ദേവദൂതനാണ്. എല്ലാ സന്ദേശങ്ങളും, ഈ സംസാരിക്കുന്നതും ഊർജമാണ്, അഗ്നിയുടെ ഒരു രൂപമാണ്. എന്തെല്ലാം ഈ ലോകത്തിൽ സന്ദേശങ്ങൾ കൈമാറുന്നുണ്ടോ അതെല്ലാം അഗ്നിയാണ്. അതുകൊണ്ട് നല്ല ദേവദൂതനാണ്, ആഹ്വാനകർത്താവാണ്. ആഹ്വാനം ചെയ്യും നമ്മളോട്. അപ്പം തലയിൽ നിന്നൊരു സിഗ്നല് ചിന്തിച്ചിട്ട് ഒരു സിഗ്നൽ വരും, സന്ദേശം നാഡികളിലൂടെ. അതൊരു സന്ദേശമാണ്. എന്ത് സന്ദേശമാണ് അറിയുന്നത്? നമ്മൾ കൊണ്ട് ചിന്തിപ്പിച്ചിട്ട് പറയാം, നീ ഉടനെ അവിടെ പോകണം, എനിക്ക് ഇന്ന് പോകേണ്ട ദിവസമാണെന്ന്. അപ്പം നമ്മൾ ഓടി അങ്ങോട്ടേക്ക് പോകും.
പിന്നെയോ ഒരു തേങ്ങ വീഴുന്ന, നേരത്തെ പറഞ്ഞ ഒരു തേങ്ങ വീഴുമ്പോൾ അല്ലെങ്കിൽ മാങ്ങ വീഴുമ്പോൾ, മഴയത്തെല്ലാം മാങ്ങ വീഴുമ്പോൾ കുട്ടികളത് സൗണ്ട് കേൾക്കുമ്പോൾ ആ മാങ്ങ വീണിട്ടുണ്ട്. അപ്പം അതിന് ആഹ്വാനം നൽകുകയാണ്, ഇതാ മാങ്ങ വീണിട്ടുണ്ട്, പോയി എടുത്തോ, അല്ലെങ്കിൽ കാക്ക കുത്തും. അല്ലെങ്കിൽ ഒരു ഇടിയും മിന്നലും പറ്റുമ്പോൾ ഉടനെ അതൊരു ആഹ്വാനം നൽകുകയാണ് നമ്മളോട്, പോയിട്ട് പുറത്ത് തുണിയാറ്റി വിട്ടിട്ടുണ്ടെങ്കിൽ എടുത്ത് ഓടിക്കൊള്ളുന്നു. അപ്പോൾ ഇതെല്ലാം ഒരു ആഹ്വാനം നൽകുകയാണ്. അല്ലെങ്കിൽ നമ്മൾ റിമോട്ട് ഉപയോഗിച്ചിട്ട് ആഹ്വാനം നൽകും, സിഗ്നൽ അടിച്ചുകൊണ്ട് ഒരമർത്തലുമ്പോൾ ഒരു സിഗ്നലാണ് പോകുന്നത്. അപ്പോൾ ടി വി ഓഫോ ഓണോ, ഫാൻ ഓഫോ ആണോ, അല്ലെങ്കിൽ നമ്മളൊരു കടേൻ്റെ എല്ലാം മുമ്പിലെത്തുമ്പോൾ വാതിൽ തുറക്കുന്ന ഒരു സിഗ്നൽ അവിടെ നിന്ന് വരും. അപ്പോൾ ടി വി, റഡാർ, ഇതെല്ലാം ഓരോ വാർത്തകൾ നമുക്ക് ആഹ്വാനം നൽകുകയാണ്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്തിനു വേണ്ടിയാണ്? ആഹ്വാനകർത്താവാണ്. ഇനിയോ എല്ലാ ഐശ്വര്യങ്ങളും നൽകുന്നവരാണ്, അതിൻ്റെ ദേവനാണ്. അപ്പം ഇന്നത്തെ നമ്മുടെ ഐശ്വര്യം എല്ലാം അഗ്നിയിലൂടെ തന്നെ. എന്ത് ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിലും അത് അഗ്നിയുടെ സഹായത്താലാണ്, എന്ത് ആഘോഷിക്കുന്നുണ്ടെങ്കിലും അത് അഗ്നിയുടെ സഹായത്താലാണ്. അത് ദേവദൂതൻ്റെ നിലയിലാണ് ഇന്ന് ഏറ്റവും അധികം ആക്ട് ചെയ്യുന്നത്. നമ്മളുടെ ഇലക്ട്രോണിക് സംവിധാനങ്ങളെല്ലാം അതിലാണ്. അപ്പോൾ അത് ഐശ്വര്യം നൽകും. യജ്ഞത്തെ പൂർണ്ണമാക്കും, ഏത് കർമ്മത്തെയും പൂർണ്ണമാക്കുന്ന അഗ്നിയാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു ചോറ് നമുക്ക് വേണ്ടെങ്കിൽ അതിനാവശ്യമുള്ള അഗ്നി കൊടുത്തു കഴിഞ്ഞാൽ അത് വേവിച്ച് തരും. അത് പൂർണ്ണമായിട്ട് വേവിച്ച് തരും, നമ്മൾ കൊടുത്താൽ മാത്രം മതി. അതുകൊണ്ട് നമ്മൾ എന്ത് വേണം? അഗ്നിയെ നമ്മൾ വരിക്കുക, അഗ്നിയെ നമ്മൾ സ്വീകരിക്കുക. അങ്ങനെ എന്തെല്ലാം ആവശ്യത്തിന് ഈ അഗ്നി ഉപയോഗിച്ച അഗ്നിയെ സ്വീകരിക്കാനാണ് പറയുന്നത്. വളരെ ചുരുക്കിയിട്ട് പറഞ്ഞു പോവുകയാണ്, കാരണം ഈ അഗ്നിനെ പറ്റി എന്നെ ഇങ്ങനെ തന്നെ പലതും പറഞ്ഞു പോകും. അപ്പോൾ എല്ലാം ചുരുക്കി ആദ്യം കുറച്ച് പറഞ്ഞു. ഇനി നമുക്ക് രണ്ടാമത്തെ മന്ത്രത്തിൽ പോകാം. ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 12-2. അഗ്നിം അഗ്നിം ഹവീമഹി സദാ ഹവന്ത വിശ്വസ്പതിം ഹവ്യാ വാഹം പുരുപ്രിയം. യജമാനൻ പ്രജാപാലകനും ഹവിർവാഹകനും എല്ലാവരാലും ഇഷ്ടപ്പെടുന്നവനുമായ അഗ്നിയെ മന്ത്രം വഴി ആഹ്വാനം ചെയ്യുന്നു. അഗ്നി പ്രജകളെ പാലിക്കുന്നവരാണ്. നമ്മളെല്ലാം പാലിക്കുന്ന അഗ്നി തന്നെയാണ്. ശരീരത്തിന് ചൂടില്ലെങ്കിൽ നമ്മൾ നിലനിൽക്കില്ല. അഗ്നി പ്രജാപാലകനാണ്. എന്തെല്ലാം തരത്തിൽ ഫിസിക്കലായിട്ടും ബാഹ്യമായിട്ടും എല്ലാം നമ്മളെ ഊർജം തന്നെയാണ് സംരക്ഷിക്കുന്നത്. ഹവിർ വാഹകനും, ഹവിറിനെ വഹിച്ചു കൊണ്ടുപോകും, സന്ദേശങ്ങൾ കൈമാറിക്കൊണ്ടുപോകും. നമുക്ക് എന്തെങ്കിലും ഒരു സന്ദേശം ഇവിടെ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ അഗ്നി എന്ന വേവിൻ്റെ മേലെ ഫിക്സ് ചെയ്തിട്ടാണ് കൊടുത്തുവിടുന്നത്. ഹവിർ വാഹകനാണ്, വഹിച്ചു കൊണ്ടുപോകും. അപ്പം കാരിയർ വേവ് ഉണ്ട്, അതിൻ്റെ മേലെ സംസാരിക്കുമ്പോൾ അതിൻ്റെ മേലെ പിടിപ്പിച്ചിട്ടാണ് നമ്മൾ അയക്കുന്നത്. അപ്പോൾ അത് ചുമന്ന് കൊണ്ടുപോയി അടുത്ത സ്ഥാപനത്തിൽ എവിടെയാണെന്ന് വെച്ചാൽ അവർ കൊണ്ടു കൊടുക്കും. മൊബൈലിലാണെങ്കിൽ മൊബൈൽ, 5G 4G എന്നെല്ലാം പറഞ്ഞില്ല, അതെല്ലാം കാരിയർ വേവ്സിൻ്റെ വേവ്സുമേലാണ് ഫങ്ഷൻ ചെയ്യുന്നത്. അപ്പോൾ സന്ദേശം കൈമാറും. നമ്മൾ സന്ദേശങ്ങൾ കൈമാറിക്കൊണ്ടു, അതാണ് ഹവിർ എന്നത് ഉദ്ദേശിച്ചുകൊണ്ട് സന്ദേശമായിട്ട് ഇവിടെ എടുത്താൽ മതി. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നവനാണ് ഈ അഗ്നി. അഗ്നിയുടെ ആവശ്യമില്ലാതെ ഒരു കക്ഷി ഈ ലോകത്തിൽ ഇല്ല. കാരണം അഗ്നി ഇല്ലാതെ എനർജി എന്ന നിലയിൽ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. അതിനെന്ത് വേണം? അഗ്നിയെ യജമാനൻ മന്ത്രങ്ങൾ വഴി ആഹ്വാനം ചെയ്യുന്നു. അഗ്നിയെ എങ്ങനെയാണ് ആഹ്വാനം ചെയ്യേണ്ടത്? അഗ്നി വെറുതെ ഒന്നും ചെയ്യില്ല. സന്ദേശം കൈമാറാൻ പറഞ്ഞ് അഗ്നിയോട് പോയിട്ട് ഞാൻ ഈ പറയുന്ന അവിടെ കൊണ്ടു കൊടുക്കുമെന്ന് പറഞ്ഞാൽ ആ അഗ്നി കൊണ്ടുവന്നും കൊടുക്കൂല. എന്ത് വേണം? ആഹ്വാനം മന്ത്രങ്ങൾ വഴി, വേദമന്ത്രങ്ങൾ വഴി. വേദത്തിൽ പറഞ്ഞു തന്നിട്ടുണ്ട് എങ്ങനെയെല്ലാം ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളെല്ലാം വർക്ക് ചെയ്യേണ്ടത്. അതിലൂടെ വേണം നിങ്ങൾ സന്ദേശങ്ങൾ കൈമാറാം. വേദമന്ത്രങ്ങൾ അത് വേണ്ട, ഇത് വേണ്ട, വേദം വേണ്ടെങ്കിൽ വിട്ടെ. എന്തെടുക്കണം? സയൻസ് ബുക്ക് എടുക്കണം, ഇലക്ട്രോണിക് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിങ്ങിൻ്റെ ബുക്ക് എടുക്കണം. അതിൽ പറഞ്ഞിട്ടുണ്ട്, മന്ത്രരൂപത്തിൽ ചുരുക്കി വിവരിച്ച് തന്നിട്ടുണ്ട് എങ്ങനെയാണ് നമ്മളെ സന്ദേശങ്ങൾ കൈമാറേണ്ടത്.
ആ തരത്തിൽ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അഗ്നി കൊണ്ട് കൊടുക്കും. വേദമന്ത്രങ്ങൾ വഴി ആഹ്വാനം ചെയ്യുന്നു. വേദമന്ത്രങ്ങൾ വഴി അഗ്നിയോട് പറയണം. അല്ലാതെ വെറുതെ അഗ്നിയോട് കയറിയിട്ട് ഈ സന്ദേശം കൊണ്ട് എവിടെ കൊടുക്കുന്നുണ്ട് അത് ചെയ്യുന്നില്ല. അതിനുള്ള വഴികൾ സയൻസ് പുസ്തകങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അതുമാതിരിയുള്ള ഇലക്ട്രോണിക്സ് ഉപകരണമെല്ലാം ഉണ്ടാക്കിയിട്ട് അതിലോട്ട് ഇപ്പം നമ്മൾ മൈക്ക് വെച്ച് പറയുന്നില്ല, അതുമാതിരി പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതിനൊരു സയൻസ് ഉണ്ട്. വെറുതെ മൈക്ക് പിടിച്ചാൽ പോരാ, അതിൻ്റെ അകത്തൊരു സയൻസ് ഉണ്ട്. ആ സയൻസ് വേദമന്ത്രങ്ങളിലൂടെയാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്, ആ ഉപകരണങ്ങൾ. വേദമന്ത്രം എന്ന് പറഞ്ഞാൽ ഈ വേദം എന്ന് പറഞ്ഞാൽ ജ്ഞാനമെന്നേ ഉള്ളൂ, ജ്ഞാനത്തിൻ്റെ മന്ത്രം. വേദം സയൻസ്, ജ്ഞാനം എന്നാണ് അർത്ഥം. അറിവ്, ജ്ഞാനം ഉൾക്കൊള്ളുന്ന മന്ത്രം. അതെവിടെയുണ്ട്? ഇലക്ട്രോണിക്സ് പുസ്തകത്തിലുണ്ട്, അടുത്ത് നോക്കിയാൽ മതി. അതിൽ നോക്കിക്കഴിഞ്ഞാൽ ജ്ഞാനം കിട്ടും. അത് വെച്ചിട്ട് ഉപകരണം ഉണ്ടാക്കിയാൽ സംസാരിച്ചാൽ അങ്ങ് പോയിക്കോളും. ഇനി മൂന്നാമത്തെ മന്ത്രത്തിലേക്ക്. ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 12-3. അഗ്നേ ദേവാം ഇഹാവഹ ജ്ഞാനോ വൃത്ത ബർഹിഷേ അസിഹോദാന ഈഠ്യഹാം. ഞങ്ങൾക്ക് പൂജനീയനായ അഗ്നി കുശവിരിക്കുന്ന യജമാനന് വേണ്ടി ദേവതകളെ വിളിക്കുന്നു. അഗ്നിയോട് കുശവിരിക്കുന്ന യജമാനന് വേണ്ടി, യജമാനൻ കുശവിരിക്കുകയാണ്. കുശ എന്ന് പറയുന്നത് ഒരു തരം പുല്ലാണ്. ഇവിടെ കുശ എന്ന് പറയുമ്പോൾ വേദങ്ങളിൽ ഇലക്ട്രോണിക്സ് വയറുകളെല്ലാം ഉദ്ദേശിക്കുന്നത്. സിഗ്നൽ സിസ്റ്റംസ് ആണ്. സിഗ്നൽ സിസ്റ്റംസ് എല്ലാം കോയിലുകളിലൂടെയെല്ലാണ്, കപ്പാസിറ്ററിലൂടെയെല്ലാണ് അതിനെ കൈകാര്യം ചെയ്യുന്നത്. നമ്മളെ മൈക്ക് സംസാരിക്കുമ്പോൾ അതിൻ്റെ അകത്തൊരു കോയിലുണ്ട്. ആ കോയിൽ വൈബ്രേഷൻ ആകുമ്പോഴാണ് അതിൻ്റെ അകത്താണ് ഈ ഇലക്ട്രോണിക്സ്, ഈ സിഗ്നൽ പോലെ പതിക്കുന്നത്. എനർജി എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിൻ്റെ ഫ്ലോ ആണ്. അപ്പോൾ ഇതെല്ലാം കുശകളിലാണ് വിരിച്ചു വെച്ചിരിക്കുന്നത്. കുശ എന്ന് പറയുമ്പോൾ ഇലക്ട്രോണിക്സിൽ കോയിൽ എന്നെല്ലാം പറയും. ആ കോയിലുകളിലാണ്, അല്ലെങ്കിൽ മൈക്കിലും എല്ലാം എന്താണുള്ളത്? കോയിലുകളിലാണുള്ളത്. സ്പീക്കറിൻ്റെ അകത്ത് കോയിലുണ്ട്, അത് വൈബ്രേറ്റ് ചെയ്യും. അതിലോട്ട് വൈദ്യുതി കിടക്കുമ്പോൾ, ഊർജം കിടക്കുമ്പോൾ, സന്ദേശമുള്ള ഊർജം കിടക്കുമ്പോൾ അതിനനുസരിച്ച് വൈബ്രേറ്റ് ചെയ്യും. അപ്പൊ കുശ വിരിച്ചിട്ട് കുശുണ്ട് അതേപോലെ. അപ്പൊ കുശിക്കുക എന്ന് പറയുമ്പോൾ കോയിലുകളാണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഇലക്ട്രോണിക് കപ്പാസിറ്ററുകളാണ്. ഇലക്ട്രോണെല്ലാം എപ്പോഴും കോയിലിലൂട്ടിയാണ് സഞ്ചാരം, അല്ലെങ്കിൽ കപ്പാസിറ്ററിലാണ്. അതൊരു തകിടാണ്, അത് വിരിച്ചു വെച്ചിരിക്കുകയാണ്, തകിട് പരന്നിട്ടാണ്. അപ്പൊ യജമാനൻ കോയിലുകളിൽ അല്ലെങ്കിൽ കപ്പാസിറ്ററിന്റെ ഷീറ്റുകളിൽ കോയിൽ വിരിച്ചിട്ട് അഗ്നിയെ അതിലേക്ക് ആവാഹിക്കുമ്പോൾ, അഗ്നി എന്ന് പറഞ്ഞാൽ എനർജി, എന്ത് ചെയ്യും? അവൻ ദേവതകളെ വിളിക്കും, മറ്റുള്ള ദേവതകളെ വിളിക്കും. അപ്പോൾ അതിൽ നിന്ന് ഉത്ഭവിക്കുന്ന ദേവതകൾ തരംഗങ്ങളാണ്. തരംഗങ്ങളെല്ലാം ദേവതകളാണ്, പ്രപഞ്ചത്തിലെല്ലാം ദേവതകളാണ്. മറ്റ് ദേവതകളെ വിളിക്കുന്ന പറഞ്ഞാൽ പലതരത്തിലെ വേവ്സ് അവിടെ ഉണ്ടാകും. അപ്പം നമ്മൾ ഇലക്ട്രോണിനെ, എനർജി എന്ന് പറഞ്ഞാൽ അഗ്നി എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ആണല്ലോ. ആ ഇലക്ട്രോണിനെ കോയിലുകളിൽ വിരിക്കുമ്പോൾ, കപ്പാസിറ്ററിൻ്റെ അകത്ത് നമ്മൾ അതിനനുസരിച്ചുള്ള സയൻസ് തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ അകത്ത് പ്രവേശിപ്പിക്കുമ്പോൾ അത് ദേവതകളെ വിളിക്കുന്നതാണ്. അത് മാഗ്നറ്റിക് വേവ്സ് ആയിട്ട് പുറത്തേക്ക് വരും. അത് പല ദേവതകളെ വിളിക്കുന്നതാണ്. വേവ്സ് എന്തെല്ലാം ഉണ്ട്? പലതരം വേവ്സ് ഉണ്ട്. മീഡിയം വേവ്, ഷോർട്ട് വേവ് എന്നെല്ലാം കൊണ്ട് റേഡിയോയിൽ പറയും. ടെലഗ്രാഫിൻ്റെ വേവ് ഉണ്ട്, റഡാറിൻ്റെ ഉണ്ട്, പിന്നെ 5G 4G ഇപ്പം പറഞ്ഞെല്ലാം 5G 4G എല്ലാം എത്തിയിരിക്കുകയാണ്. ഇലക്ട്രോ മാഗ്നറ്റിക്, ഷോർട്ട് വേവ്, ഹൈ ഫ്രീക്വൻസി വേവ് എന്നെല്ലാം പറയുന്നില്ലേ. അങ്ങനെയുള്ള പല ദേവതകളെ അത് വിളിക്കും. നമ്മൾ ഇലക്ട്രോണിനെ, ഈ എനർജിയെ കോയിലുകളിൽ വിരിച്ചാൽ മതി, കുശകളിൽ വിരിച്ചാൽ മതി, കോയിലുകളിൽ വിരിച്ചാൽ മതി. കപ്പാസിറ്ററുകളിൽ വിരിച്ച് അഗ്നിയെ ആഹ്വാനം ചെയ്തു കഴിഞ്ഞാൽ അത് ദേവതകളെ വിളിക്കും.
അത് എന്തുകൊണ്ടെന്നാൽ അവൻ പൂജനീയനാകുന്നു, അവനെ പൂജിക്കണം. അത്ര വലിയ ഫ്രീക്വൻസി ഉണ്ടാവുന്ന, നമ്മൾ LC സർക്യൂട്ട് എന്നെല്ലാം പറയാം. ഇലക്ട്രോണിക്സ് പറയുമ്പോൾ ഒറ്റ വാക്കിൽ LC, കപ്പാസിറ്ററും കോയിലും. ഇതിലാണ് ഈ ഇലക്ട്രോണിനെ അഗ്നിയെ കയറ്റി വിടുന്നത്. അതിന് അവിടെ കിടന്നിട്ടുള്ള കളികളാണ് ഈ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റമും. ഇത് നമുക്ക് 4ാമത്തെ മന്ത്രത്തിലേക്ക് പോകാം. ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 12-4. താം ഉഷതോ വിബോധയ യദഗ്നേ യാസിദൂത്യം ദേവൈരാ സത്സി ബർഹിഷി. ദേവതകളുടെ ദൗത്യകർമ്മത്തിൽ നിയുക്തനായിരിക്കുന്ന അഗ്നി ഹവിസ് ആഗ്രഹിക്കുന്ന ദേവകളെ വിളിക്കുകയും അവരോടുകൂടി കുശാഗ്രത്തിൽ ഇരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ എന്താണ് അഗ്നിയോട് എന്ത് പറയുന്നു ഇതിന്റെ 4ാമത്തേല്? നീ കുശാസനത്തിൽ വന്നിരിക്കുക. അഗ്നിയെ ഈ കപ്പാസിറ്ററിലും, കുശാസനം എന്നാൽ കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ പരന്ന ഷീറ്റ് വെച്ചിരിക്കുകയാണ്. അതിങ്ങനെ ചുറ്റി വെച്ചതേ ഉള്ളൂ. കുറേ നീട്ടത്തിൽ ഷീറ്റ് വിരിച്ചു വെച്ചിട്ടുണ്ട്. നമ്മൾ ഷീറ്റിലല്ല കിടക്കുന്നത്. അതുമാതിരി അതിന് കുശാസനം വിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇലക്ട്രോൺ വന്നിട്ട് അതിൻ്റെ അകത്ത് കിടക്കും. കോയില് ചുറ്റി വെച്ചിട്ടുണ്ട്, അതിൻ്റെ അകത്തും കയറും. അപ്പം കോയിലും കപ്പാസിറ്റർ LC സർക്യൂട്ടായി. അതിലേക്ക് വിളിക്കുമ്പോൾ അതെന്ത് ചെയ്യും? ഹവിസ് ആഗ്രഹിക്കുന്ന ദേവതകളെ വിളിക്കും. ഹവിസ്, അപ്പം അതിൻ്റെ അകത്ത് ഊർജം വരുമ്പോൾ ആ ഊർജത്തിനനുസരിച്ച് ദേവതകളെ അത് വിളിക്കും. ദേവതകൾ എന്ന് പറഞ്ഞാൽ വേവ്സ്. വേവ്സ് എന്ന് പറഞ്ഞാൽ തരംഗ രൂപത്തിൽ ഒഴുകുന്ന ഇതിനാണ് വേവ്സ് എന്ന് പറയുന്നത്. ആ ഊർജം കിട്ടുമ്പോഴാണ് വേവ്സ് ഉണ്ടാകും. അപ്പോൾ ഒരു കോയിലൊട്ടിയും കപ്പാസിറ്ററൊട്ടിയും വൈദ്യുതി കടക്കുമ്പോൾ വേവ്സ് ആയിട്ട് അതങ്ങനെ ഒഴുകും. പലതരം വേവ്സ്, പലതരം ദേവതകളുണ്ട്. അതാണ് നേരത്തെ പറഞ്ഞാൽ ഷോർട്ട് വേവ്, ലോങ് വേവ്, ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ട് പലതും ഉണ്ടല്ലോ. ഇങ്ങനെ പലതരത്തിലുള്ള വേവുകളായിട്ട് അത് പുറത്തേക്ക് ദേവതകളെ ആഹ്വാനം ചെയ്യും. ഇനി 5ാമത്തേതില് ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 12-5. കൃതാഹവന ദീദിവ പ്രതിഷ്മ ദിഷദോദഹ അഗ്നേത്വം രക്ഷസിനഹ. നല്ലവണ്ണം പ്രകാശിക്കുന്ന അഗ്നി നെയ്യിൽ കത്തിജ്വലിച്ച് ഞങ്ങളുടെ ശത്രുക്കളെ ഭസ്മീകരിക്കുന്നു. ഇവിടെ പ്രകാശിക്കുന്ന അഗ്നി, ഈ അഗ്നി എന്ത് ചെയ്യും? പ്രകാശിക്കുകയും ചെയ്യും. ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്ന അഗ്നി പ്രകാശിക്കുന്നു പറഞ്ഞാൽ വെളിച്ചം മാത്രമല്ല, പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഞങ്ങളുടെ ശത്രുക്കളെ ഭസ്മീകരിക്കും. ശത്രുക്കളെ നശിപ്പിക്കാനുള്ള കഴിവും ഈ അഗ്നിക്കുണ്ട്. അങ്ങനെയുള്ള അഗ്നികളാണ് കോയിലോട്ട വെളിയിൽ വരുന്ന അഗ്നികളെയാണ് എക്സ്റേ ആയിട്ടെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത്. ആ വരുന്ന ഇലക്ട്രോണുകളെ, അതിൽ നിന്നും പ്രവർത്തിക്കുന്ന ഊർജങ്ങളെ നമുക്ക് ഇലക്ട്രോണിക്സ് ഉപയോഗിച്ചിട്ട് എന്തെല്ലാം മാറ്റാം? എക്സ്റേസ് ആയിട്ട് മാറ്റാം, ഗാമാ റേസ് ആയിട്ട് മാറ്റാം, ഇന്നുള്ള സ്കാനിങ്ങിൻ്റെ ഉപകരണങ്ങളെല്ലാം ആയിട്ട് മാറ്റാം. സ്കാൻ ചെയ്യുന്ന ഉപകരണങ്ങളെല്ലാം വേറൊരു രൂപത്തിലുള്ള വ്യത്യസ്തമായ ദേവതകളാണ്. വ്യത്യസ്ത ഫ്രീക്വൻസികളുള്ള ദേവതകളാണ്. അപ്പോൾ അതിന് എന്ത് ചെയ്യാനുള്ള കഴിവുണ്ട്? ശത്രുക്കളെ ഭസ്മീകരിക്കാനുള്ള കഴിവുണ്ട്. അത്തരം ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ടാണ് വയറ്റിൽ എവിടെയെങ്കിലും ക്യാൻസർ ഉണ്ടെങ്കിൽ അതെല്ലാം അവിടെ, എവിടെയെങ്കിലും ക്യാൻസർ ഉണ്ടെങ്കിൽ അത് തുളച്ച് കയറിയിട്ട് അവിടെ അതിനെ മുഴുവൻ കരിച്ചു കളയും. അപ്പം അതിനെ ഭസ്മമാക്കാനുള്ള കഴിവ് ആർക്കുണ്ട്? ഈ ലേസർ രശ്മികൾക്കെല്ലാം ഉണ്ട്. ഇതെല്ലാം ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇതെല്ലാം അഗ്നിയുടെ എല്ലാം ചുരുക്കിയിട്ട് ഒരൊറ്റ സൂക്തത്തിൽ പറയുകയാണ്. ഇനി അടുത്ത മന്ത്രം 6ാമത്തെ. ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 12-6. അഗ്നിന അഗ്നി സമിധ്യതേ കവിർ ഗൃഹപതിർയുവ ഹവ്യവാഡ് ജുഹ്വാസ്യഃ. ഹവിർവാഹകനും ഗൃഹരക്ഷകനും മേധാവിയും അതുപോലെ ഹോമദ്രവ്യങ്ങൾ കോരിയെടുക്കുന്നതിന് ഉപയോഗിക്കുന്ന തവിയുടെ ആകൃതിയിലുള്ള മുഖത്തോടു കൂടിയവയുമായ
അഗ്നിയെ അഗ്നി തന്നെ ജ്വലിപ്പിക്കുന്നു. അഗ്നി മേധാവിയാണ്. മേധാവി എന്ന് പറഞ്ഞാൽ നല്ല മേധാശക്തിയെല്ലാം ഉള്ള എന്തിനു പോന്ന ഒരു സംഗതിയാണ് ഈ അഗ്നി. ഗൃഹരക്ഷകനാണ്. എല്ലാ വീടിനെയും രക്ഷിക്കുക. എങ്ങനെയെല്ലാം വേണ്ടിക്ക് രക്ഷിക്കണോ? അവിടെ വിശക്കുന്നുണ്ടെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കാൻ അഗ്നി വേണം. വീട്ടിൻ്റെ അകത്ത് തണുപ്പാണെങ്കിൽ ചൂടാക്കി തരും, ചൂടാണെങ്കിൽ തണുപ്പിച്ച് തരും. അങ്ങനെ പലതരത്തിൽ അഗ്നി വീട്ടിനെ രക്ഷിക്കും. പിന്നെയോ ഹവിർവാഹകനാണ്. സന്ദേശങ്ങൾ കൈമാറും. ആ സന്ദേശം കൈമാറുന്നതുകൊണ്ടാണ് ഫോണ് വിളിക്കണ്ടിക്ക് ഫോണ് വിളിക്കാം, ടി വി കാണ്ടിക്ക ടി വിയിലൂട്ട സന്ദേശങ്ങൾ കിട്ടും, റേഡിയോയിലൂട്ട കിട്ടും, മൊബൈൽ ഉണ്ടെങ്കിൽ മൊബൈൽ, എന്തെല്ലാം സംവിധാനമുണ്ടോ അതെല്ലാം സന്ദേശം കൈമാറാൻ വേണ്ടിയിട്ട്. അത് മാത്രമല്ല, ഇപ്പം ഡോറെല്ലാം തുറക്കണ്ടെങ്കിൽ റിമോട്ട് ഉപയോഗിച്ചാൽ മതി. എല്ലാം സിഗ്നലിലാണല്ലോ, എല്ലാം സിഗ്നൽ സിസ്റ്റമാണല്ലോ, കമ്മ്യൂണിക്കേഷൻ ഉപകരണങ്ങളാണല്ലോ. വാതിൽ തുറക്കുന്ന പറഞ്ഞാൽ അമർത്തിയാൽ വാതിൽ തുറക്കും, പൂട്ടെന്ന് പറഞ്ഞാൽ അമർത്തിയാൽ മതി പൂട്ടും. ഇതെല്ലാം അങ്ങനെ എന്തെല്ലാം സംരക്ഷണങ്ങളാണ് അഗ്നി ചെയ്യുന്ന. സാധനങ്ങളെല്ലാം തണുപ്പൊക്കെണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ കയറ്റി വെച്ചാൽ മതി, ചൂടാക്കണ്ടെങ്കിൽ വേറെ ഓവൻ ഉണ്ട്. ഇതെല്ലാം അഗ്നിയുടെ സംരക്ഷകനാണ്. പിന്നെ അവിർവാഹകനും യജ്ഞത്തിൽ ഹോമദ്രവ്യങ്ങൾ കോരിയെടുക്കുന്ന തവിയുടെ ആകൃതിയിലുള്ളതാണ്. ഒരു യജ്ഞമെല്ലാം നടക്കുമ്പോൾ വല്ലതും പാചകം ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ട്, തവിയുടെ രൂപത്തിൽ വരും. തവി കണ്ടിട്ടില്ലേ, കോരുന്ന തവിയുടെ രൂപത്തിൽ. അഗ്നി അങ്ങനെ വരും. തവിയുടെ രൂപം എന്ന് പറയുമ്പോൾ രണ്ട് അർത്ഥവും അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. നമ്മളെ തവി എന്ന് പറഞ്ഞാൽ സ്പൂൺ എന്ന് പറയുമ്പോൾ ഏകദേശം അതിൻ്റെ വെളിച്ചം, മറ്റേ ഗ്യാസ് സ്റ്റൗ എന്നെല്ലാം വരുമ്പോൾ ഉള്ള ലൈറ്റിൻ്റെ വെളിച്ചം ഉണ്ടല്ലോ, ഇങ്ങനെ പാമ്പിൻ്റെ വഴി. അതുകൊണ്ട് പിന്നെ തവി ഇങ്ങനെയാന്ന് പറഞ്ഞാൽ വേവിൻ്റെ ആയിട്ടും എടുക്കാം. തവിയുടെ രൂപം ഇങ്ങനെയല്ല. അഗ്നി തവി രൂപത്തിലും പ്രവഹിക്കും. പിന്നെ ആ അഗ്നിയെ അഗ്നി തന്നെ പ്രജ്വലിപ്പിക്കുന്നു. അഗ്നി തന്നെയാണ് അതിനെ ജ്വലിപ്പിക്കുന്നത്. അപ്പൊ ഇതെല്ലാം തന്നെ എന്ത് ചൂടാക്കാനും തണുപ്പിക്കാനും എന്ത് രൂപത്തിൽ തരംഗ രൂപത്തിൽ ഒഴുകുന്ന എല്ലാം ഏതിൽ നിന്നാണ് വരുന്നത്? അഗ്നിയിൽ നിന്നാണ് വരുന്നത്. ഇതെല്ലാം അഗ്നിയിൽ നിന്ന് പുറപ്പെടുക എന്ന് പറഞ്ഞാല് ആ അഗ്നി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? എന്തെല്ലാം എനർജികൾ ഉണ്ടോ അതെല്ലാം ഈ അഗ്നി കൊണ്ട് ചിന്തിക്കണം. ഇനി അടുത്ത് നമ്മൾ 7ാമത്തെ മന്ത്രത്തിൽ ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 12-7. കവിം അഗ്നിം ഉപസ്തുഹി സത്യധർമാണമധ്വരേ ദേവം അമീവ ചാതനം. സത്യനിഷ്ഠനും മേധാവിയും ശത്രു വിനാശകനുമായ അഗ്നിയെ യജ്ഞത്തിന് അടുത്തു നിന്ന് സ്തുതിക്കുവിൻ. ഇവിടെ എന്താ പറയുന്നതെന്ന് വെച്ചാൽ മേധാവിയാണ്, നേരത്തെ പറഞ്ഞാണ്. സത്യനിഷ്ഠനാണ്. എല്ലാം സത്യത്തിന് അടിസ്ഥാനിച്ചേ പ്രവർത്തിക്കുകയുള്ളൂ. സത്യത്തിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സയൻസ് തത്വത്തിന്റെ അടിസ്ഥാനത്തിലേ പ്രവർത്തിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കണം. ശരിയുടെ രീതിയിൽ, അല്ലാതെ അഗ്നി ഒന്നും പ്രവർത്തിക്കില്ല. അഗ്നിയുടെ പെട്രോളിനെ കത്തിക്കും, പക്ഷെ വെള്ളത്തെ കത്തിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗ്നി ചെയ്യൂല. അത് കത്തിക്കണ്ടെങ്കിൽ അതിൻ്റെതായ സയൻസ് ഇട്ട് കൊടുത്താലേ അഗ്നി ചെയ്യുള്ളൂ. അപ്പം അഗ്നി എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ സയൻസിന്റെ അടിസ്ഥാനത്തിലേ ചെയ്യുള്ളൂ. അതായത് അതിൽ നിന്ന് ഒരു അണുക്കിട അത് മാറില്ല. അതുകൊണ്ടാണ് സത്യവിശ്വാസം. സയൻസിന്റെ അടിസ്ഥാനം, ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ അഗ്നി പ്രവർത്തിക്കുകയുള്ളൂ. ശത്രു വിനാശകനാണ്. ശത്രുക്കളെ നശിപ്പിക്കും. ഏത് തടസ്സങ്ങളെയും നീക്കണ്ടെങ്കിൽ അഗ്നി ഉപയോഗിച്ചാൽ പറ്റും. അഗ്നിയെ യജ്ഞത്തിനടുത്ത് നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? സ്തുതിക്കണം. ഒരു യജ്ഞം നടത്തുമ്പോൾ, ഒരു കർമ്മം ചെയ്യുമ്പോൾ അഗ്നിയെ സ്തുതിക്കണം. എങ്ങനെ സ്തുതിക്കണം? നീ ഇങ്ങനെയെല്ലാം അതൊന്ന് ശരിയാക്കിത്ത. അതായത് സയൻസിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യണം എന്നാണ്. സ്തുതിക്കുക എന്ന് പറഞ്ഞാൽ സയൻസിന്റെ അടിസ്ഥാനത്തിൽ അഗ്നിയോട് പറയണം. കാരണം അഗ്നി സത്യം ചെയ്യുള്ളൂ. അപ്പോൾ ഇതാ എനിക്ക് ഇന്നേലം തന്നിട്ടുണ്ട്, ഇന്ന രീതിയിലാണ് തന്നിരിക്കുന്നത്, ഇന്ന ശാസ്ത്രതത്വപ്രകാരം തന്നിരിക്കുകയാണ് എന്ന് സ്തുതിച്ചു കഴിഞ്ഞാൽ നീ എനിക്ക് അതിനുള്ള ചെയ്യാനുള്ള കഴിവുണ്ട് എന്ന് പറഞ്ഞാൽ അത് ചെയ്തു തരും. അപ്പൊ സ്തുതിക്കുക എന്ന് പറഞ്ഞാൽ സ്തോത്രങ്ങൾ, മന്ത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിനെ സമീപിക്കണം എന്നാണ് അതിന്റെ ചുരുക്കാർത്ഥം. മന്ത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ അഗ്നിയെ സമീപിച്ചാൽ മതി. ഇനി അടുത്തത് ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 12-8.
യസ്ത്വാം അഗ്നേ ഹവിഷ്പതിർദൂതം ദേവ സമർപ്പയതി തസ്യസ്മ പ്രാപിതാ ഭവ. ദേവദൂതനായി സേവനം അനുഷ്ഠിക്കുന്ന യജമാനന്റെ സംരക്ഷകൻ ആയി അഗ്നി മാറുന്നു. ഇതിലെന്താ പറയുന്നതെന്ന് വെച്ചാൽ അഗ്നി ദേവദൂതന് സേവനമനുഷ്ഠിക്കുന്ന യജമാനന്റെ സംരക്ഷകനാണ് എന്ന് പറയുകയാണ്. യജമാനനെ സംരക്ഷിക്കുന്നു. എങ്ങനെയെല്ലാം സംരക്ഷിക്കും? ദൂത്, സന്ദേശം കൈമാറിക്കൊണ്ട്. സംരക്ഷണം എന്ന് പറഞ്ഞാൽ ഇപ്പം കാറ് നമ്മൾ ലോക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ ആരെങ്കിലും കാറിൽ കയറ്റിയിട്ട് പിടിച്ചാൽ അത് ശബ്ദം ഉണ്ടാക്കും. അതിൻ്റെ അകത്തുള്ള ഊർജം, ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ. ദേവദൂതനാണ്, സന്ദേശം അയക്കും. ദൂരെ തന്നെ സന്ദേശങ്ങൾ അയക്കും. ഇതാ ഇവിടെ കാറുണ്ടാരോ തൊട്ടിട്ട്. അതുമാതിരി തന്നെ ചില ഫാക്ടറികളിലെല്ലാം തീ, അഗ്നി എല്ലാം ഉള്ളിടത്ത് വല്ലതും ഗ്യാസ് ലീക്കാവുന്നുണ്ടെങ്കിൽ സെൻസ് ചെയ്തിട്ട് അവിടുന്ന് ശബ്ദം മുഴക്കും, ഇങ്ങനെ ലീക്കുണ്ട്, അലാറങ്ങൾ. ഇതെല്ലാം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഉപകരണങ്ങൾ എന്തുണ്ട്? നമുക്കിപ്പോൾ ഒരു മുമ്പിൽ നിന്ന് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഉടനെ നമുക്ക് അതിനുള്ള സെൻസർ വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ മണിയടിക്കും. ആരെങ്കിലും വരികയാണെങ്കിൽ അടുത്ത് വരുമ്പം തന്നെ സൗണ്ട് അടിക്കും. അതിനുള്ള സംവിധാനങ്ങളിൽ ഇന്ന് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് വീടിൻ്റെ സംരക്ഷണത്തിൽ എന്തെല്ലാം വേണം അതെല്ലാം ചെയ്ത് വെക്കാം. ചിലയിടത്ത് കാണുന്നില്ലേ, ആരെങ്കിലും കയറിയാൽ, രാത്രി കയറിയാണെങ്കിൽ അലാറം ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ വീട്ടിനെ സംരക്ഷിക്കാനുള്ള എല്ലാം ഈ അഗ്നി ചെയ്യുന്നുണ്ട്. ഇനി അടുത്തത് ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 12-9. യോ അഗ്നിം ദേവവീതയേ ഹവിഷ്മാം ആവിവാസതി തസ്മൈ പാവക മൃളയാം. ദേവന്മാർക്കുള്ള യജ്ഞത്തിൽ അഗ്നിയുടെ അടുത്ത് വന്ന് ശുശ്രൂഷിക്കുന്നവന് അഗ്നി മംഗളം നൽകുന്നു. ഇവിടെ എന്താ പറയുന്നതെന്ന് പറഞ്ഞാൽ ആരാണോ നിന്റെ അടുത്ത് വന്നിട്ട് നിന്നെ ശുശ്രൂഷിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിന് വേണ്ട ചെയ്തു കൊടുക്കുന്നത്. ഇവിടെയുള്ള തത്വം എന്ന് പറഞ്ഞാൽ പണ്ട് ഇന്ദ്രന്റെ പറഞ്ഞ മാതിരിയാണ്. നമ്മളിൽ ഇന്ദ്രനാണ് കൊടുക്കുന്നത്. ഇന്ദ്രനാണ് അതിനെ എന്താക്കിയിട്ട് അതെടുത്തിട്ട് വേറെ നമുക്ക് തരുന്നത്. അതുമാതിരി അഗ്നിയെ ശുശ്രൂഷിക്കുക എന്ന് പറഞ്ഞാൽ അഗ്നിക്ക് വിറകെല്ലാം വലിയ ഇഷ്ടമാണ്. അപ്പം നമ്മൾ അഗ്നിക്ക് വിറക് കൊടുത്തു കഴിഞ്ഞാൽ അഗ്നി തീ പിടിക്കുമല്ലോ. എന്നിട്ട് അഗ്നി എന്ത് ചെയ്യും? നമുക്ക് ചൂടും വെളിച്ചവും പുറത്തേക്ക് തരും. അപ്പം നമ്മൾ അഗ്നിക്കാണ് കൊടുക്കുന്നത്. ഒരു പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാത്രത്തിൽ സാധനം എല്ലാവരും വെച്ചിട്ട് അഗ്നീൻ്റെ മുകളിലാണ് വെച്ച് കൊടുക്കുന്നത്. അഗ്നിക്ക് കൊടുക്കുകയാണ്. അഗ്നി അതെടുത്തിട്ട്, അല്ലേ അതിൻ്റെ അകത്തുള്ള ഇന്ദ്രൻ എന്ന് പറയുന്നത് ഇപ്പോൾ അഗ്നീനെ എടുക്കാം. അഗ്നി അതെടുത്തിട്ട് അഗ്നി തൃപ്തിയായി കഴിഞ്ഞാൽ നമുക്ക് തരും, നല്ല പായസം തരും. ആദ്യം നമ്മൾ കൊടുക്കുന്ന അരിയും പാലും എല്ലായിരിക്കും, പക്ഷെ അത് പായസം തരും. അതെല്ലാം അഗ്നി എടുക്കും. ആ അർത്ഥത്തിൽ തിരിച്ചും പറയുകയാണ് ഇവിടെ. എന്നിട്ട് എന്ത് ചെയ്യും? അവന് മംഗളം നൽകും. എന്താ പായസം കിട്ടുന്ന നല്ല കാര്യമില്ല. അതുപോലെ തന്നെ എന്ത് ചെയ്യും? അവനെ സുഖിപ്പിക്കും. നല്ല സുഖം തന്നെയാണ് പായസം കുടിക്കാൻ. അപ്പോൾ ആ ഉദാഹരണം തന്നെ ധാരാളം മതി. ഇനി നമുക്ക് അടുത്ത മന്ത്രത്തിലേക്ക് പോകാം. ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 12-10. സന പാവക ദീദിവോഗ്നി ദേവാം ഇഹാവഹ ഉപയജ്ഞം ഹവിശ്ചനഹ. യജ്ഞത്തിൽ ഹവിസ് സ്വീകരിക്കുന്നതിന് വേണ്ടി അഗ്നി ദേവതകളെ കൊണ്ടുവരുന്നു. പവിത്രീകരിക്കുന്ന അഗ്നി എന്ന് പറയുന്നത്, പവിത്രീകരിക്കുന്ന എല്ലാത്തിനെയും പവിത്രമാക്കാനുള്ള കഴിവ് എന്തിനുണ്ട്? അഗ്നിക്കുണ്ട്. ശുദ്ധമാക്കും. ഉദാഹരണമായിട്ട് ഒരു വെള്ളത്തിലെ കലപ്പെല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ ശുദ്ധീകരിക്കുന്നത് എങ്ങനെയാണ്? ഫാക്ടറിയിലെല്ലാം ശുദ്ധീകരിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിനെ തിളപ്പിക്കുമ്പോൾ അത് നീരാവിയായിട്ട് മാറും. നീരാവിനെ കുഴലിലൂട്ടി എടുത്തിട്ട് തണുപ്പിക്കുമ്പോൾ വെള്ളം കിട്ടും. അപ്പോൾ ഇപ്പുറത്ത് നല്ല ശുദ്ധമായ വെള്ളം കിട്ടും. ഇപ്പുറം പല അഴുക്കെല്ലാം ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് അടിയിൽ കിടക്കും. അങ്ങനെ അഗ്നി ഉപയോഗിച്ചിട്ട് എന്തിനേയും ശുദ്ധീകരിക്കാം. കാരണം വേസ്റ്റെല്ലാം നമ്മൾ എന്ത് ചെയ്യാണ്? അഗ്നി ഉപയോഗിച്ചിട്ട് കത്തിച്ചിട്ട്, പിന്നെ ആ വേസ്റ്റ് തൊടാൻ നമുക്ക് വലിയ മടിയാണ്. പക്ഷെ കത്തിച്ച് കഴിയുമ്പോൾ ആ ചാരം വളരെ ശുദ്ധമാണ്. പിന്നെയോ
എന്നിട്ട് നമ്മുടെ യജ്ഞത്തിൽ ഹവിസ് സ്വീകരിച്ചിട്ട് നീ എന്ത് ചെയ്യുന്നു? ദേവതകളെ ഇവിടെ കൊണ്ടുവരികയാണ്. അപ്പം നമ്മളെന്തൊക്കെ ഹവിസ് അഗ്നിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് ദേവതകൾ പുറത്തേക്ക് വരും. നമുക്ക് ഇലക്ട്രിസിറ്റി കൊടുത്തു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ ആ കോയിലിൽ അല്ലെങ്കിൽ ചമസത്തിലേക്ക് അഗ്നിയെ അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ അഗ്നി എന്ത് ചെയ്യും? ദേവതകളെ വിളിക്കും. അതിൻ്റെ അകത്തുനിന്ന് പലതരത്തിലുള്ള തരംഗങ്ങൾ പുറത്തേക്ക് വരും. കമ്മ്യൂണിക്കേഷൻ ഉപകരണങ്ങളിൽ പലതരം ദേവതകൾ നമുക്ക് പുറത്തേക്ക് വരും. അതുമാത്രമല്ല, വിറക് കത്തുമ്പോൾ അത് ദേവതകളെ വിളിക്കുകയും ചെയ്യുന്നുണ്ട്. കത്തണ്ടിക്കിൽ ഇപ്പം വിറക് കത്തിക്കണ്ടിക്കിൽ നമ്മൾ അഗ്നി കൊടുത്തു കഴിഞ്ഞാൽ, വിറക് കൊടുത്തു കഴിഞ്ഞാൽ കത്താൻ വായു വേണം. വായു ഒരു ദേവതയാണ്. അപ്പോൾ അതെന്ത് ചെയ്യും? വായുവിനെ വിളിക്കും കത്താൻ സഹായിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അത് തന്നെ വിളിച്ചെടുത്ത് കൊണ്ടുവന്നോളും. വായുവിനെയല്ല, കത്തേണ്ട സാധനമല്ല, അത് തന്നെ കൊണ്ടുവന്നോളും. അപ്പൊ അഗ്നി അങ്ങനെ ദേവതകളെയും വിളിക്കും ചേർക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഒരു പാത്രത്തിൽ സാധനങ്ങളെല്ലാം വെച്ചിട്ട് അടിയിൽ ചൂടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള എല്ലാ സാധനത്തിനെയും വിളിച്ചിട്ട് കൂട്ടി മിക്സ് ചെയ്തിട്ട് സാധനമാക്കുന്നുണ്ടല്ലോ. അപ്പം അതിനെല്ലാം ഇങ്ങോട്ടേക്ക് വിളിക്കും. വെള്ളം ഓരയും താകുകയെല്ലാം ചെയ്യുന്ന കണ്ടിട്ടില്ലേ? പാത്രത്തിൽ ചൂടാക്കുമ്പോൾ അടിയിൽ നിന്ന് കുമ്പള മുകളിലോട്ടേക്ക് പോകും, മറ്റേ വെള്ളം താഴത്തോട്ടേക്ക് വരും. അപ്പം ഇതെല്ലാം ദേവതകളാണ്. അതിനെല്ലാം വിളിച്ചിട്ട് ഏകദേശം ഒരു വരി നീരാവിയായിട്ട് മാറ്റിയിട്ട് പുറത്തേക്ക് കളയും. അപ്പം ദേവതകളെ വിളിക്കുക എന്ന് പറഞ്ഞാൽ പലതരത്തിലെടുക്കാം. ഈ തരംഗങ്ങളായിട്ട് പലതരം വേവ്സ് ദേവതകളായിട്ട് പുറത്തേക്ക് വരും. ദേവതകളെ ഇവിടെ കൊണ്ടുവന്നു. ഇനി 11. ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 12-11. സന തവാന ആഭര ഗായത്രേണ നവീയസ രയും വീരവതീമിഷം. പുതിയ സ്തോത്രങ്ങളാൽ സ്തുതിക്കപ്പെടുന്ന അഗ്നി ഞങ്ങൾക്ക് ധനത്തെയും പുത്രന്മാരെയും അന്നത്തെയും പ്രദാനം ചെയ്യുന്നു. ഇവിടെ നവീന സ്തോത്രങ്ങളാൽ നമ്മൾ സ്തുതിക്കുമ്പോൾ അഗ്നിയെ, അതായത് ആധുനിക ടെക്നോളജി, സയൻസ് ആൻഡ് ടെക്നോളജി ഉപയോഗിച്ച് കഴിഞ്ഞാൽ, ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ചാൽ എന്ത് കിട്ടും? നമുക്ക് ധനം കിട്ടും, പുത്രന്മാരെയും കിട്ടും, അന്നവും എല്ലാം കിട്ടും. അന്നം എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ്. പുതിയ പുതിയ ടെക്നോളജി ഉപയോഗിച്ചിട്ട് അഗ്നിയിലോട്ട് നമ്മൾ എന്ത് ചെയ്തെടുക്കാം? ഇത് നമ്മൾ എന്തെല്ലാം ഉണ്ടാക്കുന്നത്? കൃത്രിമ റബ്ബർ ഉണ്ടാക്കുന്നുണ്ട്, പ്ലാസ്റ്റിക് ഉണ്ടാക്കുന്നത്, എന്തെല്ലാം സാധനങ്ങളാക്കി ഉപയോഗിച്ചിട്ട് ചെയ്യുന്നത്. അപ്പം നമുക്ക് എന്തുകൊണ്ട് നല്ല ധനം കിട്ടും. അപ്പം നമ്മൾ എന്ത് വേണം? ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ പുതിയ സയൻസ് ടെക്നോളജി ഉപയോഗിച്ചിട്ട് അഗ്നിനെ വിളിച്ചു കഴിഞ്ഞാൽ അഗ്നി അതിനനുസരിച്ച് ആ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ഉണ്ടാക്കി തരും. പിന്നെ പുത്രന്മാരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ അർത്ഥത്തിൽ എടുക്കുകയാണെങ്കിൽ വേണമൊക്കെ പുത്രന്മാരെ ഉണ്ടാക്കാം. കാരണം മനുഷ്യനിൽ നിന്ന് കൃത്രിമമായിട്ട് മനുഷ്യനെ ഉണ്ടാക്കാമല്ലോ. കാരണം ജനിതക ഘടനകളെല്ലാം കൂട്ടിച്ചേർത്തിട്ട് നമുക്ക് വേണ്ടിയിട്ട് പുത്രന്മാരെ ടെസ്റ്റ് ട്യൂബിൽ ഉണ്ടാക്കിയെടുക്കാം. ആ തരത്തിലെടുക്കാം. അല്ലെങ്കിൽ ധനമെല്ലാം കൂടുമ്പോൾ കുടുംബത്തിൽ നല്ല സമൃദ്ധി ഉണ്ടാകും. അന്നങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ അവിടുത്തെ കുടുംബത്തിലെ ജനങ്ങളും എല്ലാം ഉണ്ടാകും. മക്കളും എല്ലാം നല്ല ഉണ്ടായിക്കൊണ്ടേയിരിക്കും, നല്ല സമൃദ്ധി ഉണ്ടാകും. ആ തരത്തിൽ എടുക്കാം. ഇവിടെ ഉള്ള പ്രാധാന്യത്തിലുള്ള നമ്മൾ നവീന സ്തോത്രങ്ങൾ, പുതിയ പുതിയ സയൻസ് ആൻഡ് ടെക്നോളജി തത്വങ്ങൾ ഉപയോഗിച്ചിട്ട് ചെയ്യണം. അതിനെ അഗ്നി അംഗീകരിക്കുള്ളൂ. അല്ലാതെ അഗ്നി സ്വന്തം ഇഷ്ടപ്രകാരം ഒരു ചുക്കും ചെയ്യില്ല. ഇനി അടുത്തത് 12. ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 12-12. അഗ്നേ ശുക്രേണ ശോചിഷ വിശ്വാഭിർദേവ ഹൂതിഭിഃ ഇമം സ്തോമം ജുഷസ്വനഹാം. കാന്തിമാനും ദേവതകളെ വിളിക്കുന്നതിൽ സമർത്ഥനുമായ അഗ്നി ഞങ്ങളുടെ സ്തോത്രങ്ങളെ സ്വീകരിക്കുന്നു. നീ കാന്തിമാനാണ്. അഗ്നി കാന്തിമാനാണെന്ന് പറഞ്ഞാൽ നമ്മളുടെ നിന്റെ മുഖം ഇങ്ങനെ തിളങ്ങുന്നതെന്നെല്ലാം പറയുമ്പോൾ ആ തിളക്കം എന്നെല്ലാം പറയുന്നത് അതിൽ നിന്ന് വരുന്ന രശ്മികളാണ്. ഒരാളെ കാന്തിമാനാക്കുന്നത് അത്തരത്തിൽ രശ്മികൾ നമ്മളെ മുഖത്തിലേക്ക് വരുമ്പോഴാണ്. ഇരുണ്ട വെളിച്ചം വരുമ്പോൾ നീ എന്താ ഒരുമാതിരി കരിവാളിച്ചിരിക്കുന്നതെന്ന് പറയും. അല്ലാതെ നല്ല പ്രസന്നതയിൽ വരുമ്പോൾ അപ്പോൾ അഗ്നി എന്താണ്? കാന്തിമാനാണ്. ഈ ലോകം സുന്ദരമായിട്ടെല്ലാം കാണുന്നതിനെല്ലാം കാരണം ആ കളറ്, നിറങ്ങൾ, അത് വെളിച്ചമായിട്ട് ബന്ധപ്പെട്ടതാണ്. വെളിച്ചമില്ലെങ്കിൽ ഇതിനൊന്നും ഒരു നിറവുള്ളതായിട്ട് പറയാൻ പറ്റില്ല. അതിൽ നിന്ന് വരുന്ന വേവ്സിൻ്റെ നിറമാണ് നമ്മൾ നിറമായിട്ട് കാണുന്നത്. എല്ലാം കുറച്ച് ഫിസിക്സിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ
എന്ത് ശോഭ ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ശോഭയുള്ളതുണ്ടോ അതെല്ലാം അതിൻ്റെ എല്ലാം പിന്നിലുള്ളത് അഗ്നിയാണ്. കാന്തിമാനാണ്. ദേവതകളെ വിളിക്കുന്നതിൽ സമർത്ഥനാണ്. ദേവതകളെ ഏത് വസ്തുവിനെയും വിളിക്കണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഉപകരണം എന്ന നിലയിൽ വിളിക്കാം, അല്ലെങ്കിൽ ഏത് പ്രവർത്തനങ്ങളും ചെയ്യുമ്പോൾ അതിന് വേണ്ട വസ്തുക്കളെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് അവിടത്തേക്ക് വരും. നമ്മൾ കണ്ടില്ലേ, ചായപ്പൊടിയെല്ലാം വെള്ളത്തിൽ ചായപ്പൊടിയെല്ലാം ഇട്ട് കഴിഞ്ഞാൽ ചൂടാക്കുമ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ഓട്ടം പിടിക്കുകയാണ് ചായപ്പൊടിയെല്ലാം. ഇതിനു വേണ്ടിയിട്ട് മിക്സാകാൻ വേണ്ടിയിട്ട് എല്ലാം ഓടി വന്നിട്ട് എല്ലാം മിക്സായിട്ടാണ് എന്താണ് ചായയായിട്ട് മാറുന്നത്. അപ്പം എല്ലാത്തിനെയും വിളിക്കും. കത്തുന്നിടത്തുനിന്ന് വായുവെല്ലാം എന്താകും, ആ കത്തുന്നിടത്തേക്ക് ഇരച്ചു വരും. എന്നിട്ട് ചൂടായ വായു മുകളിലോട്ടേക്ക് പോകും. വിളിക്കുന്നതിന് സമർത്ഥനാകുന്നു. ഞങ്ങളുടെ ഈ സ്തോത്രങ്ങൾ സ്വീകരിക്കണം. അപ്പോൾ എന്നിട്ട് എന്ത് പറയാണ്, നമ്മളെ സ്തോത്രങ്ങൾ സ്വീകരിക്കണം. അപ്പം നമ്മളെന്തൊക്കെ സയൻസ് തത്വപ്രകാരം നിന്നെ സമീപിക്കുമ്പോൾ നീ റെഡിയായിട്ട് അത് പ്രകാരം നമുക്കതിനെ മാറ്റി തരണം. അപ്പം അഗ്നി എപ്പോഴും സയൻസ് തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്തു കഴിഞ്ഞാലും പൊട്ടിത്തെറിക്കണം. അത്തരത്തിൽ വസ്തുക്കളെല്ലാം എടുത്ത് ബോംബുമാരി ഉണ്ടാക്കി വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ പൊട്ടിത്തെറിച്ച് എല്ലാം നശിപ്പിച്ചു തരും എല്ലാം. പക്ഷേ സ്തോത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പോകണം. അത് അഗ്നിക്ക് നിർബന്ധമാണ്. അതിൽ നിന്ന് മാറി അഗ്നി ഒന്നും ചെയ്യില്ല.